ഒരു ദിവസം ഒരാൾ 1000 സ്വലാത്ത് ചൊല്ലിയാൽ ലം യമുതു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ സ്ഥാനം അവൻ കണ്ടിട്ടല്ലാതെ മരിക്കൂലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം. അങ്ങനെ ജീവിക്കണം. ഒരു സെക്കൻഡ് പോലും മറക്കാത്ത മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സെക്കൻഡ് പോലും ഹബീബ് ഹൃദയത്തിൽ നിന്ന് മാറുന്നില്ല. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ജീവിച്ചു നോക്കിയ, നാളത്തെ ഒരു ദിവസമെങ്കിലും അങ്ങനെ ജീവിച്ചു നോക്കിയ, സുബഹി മുതൽ രാത്രി വരെയും വേറെ ഒരു ചിന്തയില്ല, ഒരു സെക്കൻഡ് മാറൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ജീവിച്ചു നോക്കിയേ. അപ്പോഴാണ് ഇതിന്റെ മധുരം നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, അപ്പോഴാണ് ഇതിന്റെ സുഖം നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. കസറത്തു ശൗഖി ഇലാ ലിഖാഇഹി, അപ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം വരുന്നത്. ഹൃദയത്തിൽ എങ്ങനെ കൊണ്ടു നടന്നിട്ട് അവസാനം നിങ്ങൾ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമ്പോ പറയും, അല്ലാഹുവേ നിന്റെ മുത്ത് ഹബീബിനെ കാണാൻ കൊതിയായി പോയി അല്ലാ. ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് കൊതി വരാത്തത് നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കാത്തത് കൊണ്ടാ. ഒന്ന് കൊണ്ടു നടന്നു നോക്കിയേ. നാളത്തെ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ അള്ളാന്റെ ഹബീബിനെ ഹൃദയത്തിൽ ഒന്ന് വെച്ച് നോക്കിയേ. പിന്നെ നിങ്ങൾക്ക് കാണാനൊരു ആഗ്രഹം വരും. എങ്ങനെയാണ് എന്റെ മുത്ത് റസൂൽ ഇരിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ അല്ലാ. പലരും സ്വപ്നത്തിലൂടെ കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എനിക്കൊന്ന് കാണണമല്ലോ. ആ രീതിയിലൂടെ നിങ്ങളൊന്ന് വരണേ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇൻ ഖദറത അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഇഷ്ഉൻ ലി അഹദിൻ ഫഫഅൽ വദാലിക മിൻ സുന്നത്തി. എന്റെ യഥാർത്ഥ ചര്യ എന്ന് പറയുന്നത് ആരോടും വെറുക്കാത്ത ഒരു മനസ്സുണ്ടാക്കലാണ്. ഇൻ ഖദർത യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഇഷ്ഉൻ ലി അഹദിൻ ഫഫഅൽ വദാലിക മിൻ സുന്നത്തി. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരാളോടും വെറുപ്പില്ലാത്ത ഹൃദയമുണ്ടാക്കലാണ്, ആരോടും അകൽച്ചയില്ലാത്ത മനസ്സുണ്ടാക്കലാണ്. അവിടെയാണ് പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. അൽഹംദുലില്ലാഹ്, ആ സ്നേഹവും ആ ഇഷ്ടവും പ്രണയവും നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്നു മുതലെങ്കിലും അല്ലാഹുവേ കത്തിത്തെളിയാനുള്ള ഭാഗ്യം കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിന്റെ ഹൃദയത്തിലേക്ക്, വീടിന്റെ അന്തരീക്ഷത്തിലേക്കല്ല, പ്രവാചക സ്നേഹത്തിന്റെ മനോഹരമായ സൗകുമാര്യതയുടെ സുഗന്ധം ഇങ്ങനെ പരന്നു നിൽക്കട്ടെ. അതിനാണ് മഹാനായ അഹ്മദ് സവാബി റളിയല്ലാഹു അൻഹു 3,20,00,000 സ്വലാത്ത് ഒരു മാസം കൊണ്ട് ചൊല്ലിയെങ്കിൽ ഫസാദ് പറയാൻ നേരമില്ലാതെ, അനാവശ്യങ്ങൾ പറയാൻ സമയമില്ലാതെ, കല്യാണങ്ങൾ മുടക്കാൻ നേരമില്ലാതെ സ്വലാത്തിന്റെ മാസ്മരികമായ സുഖലഹരിയിലേക്ക് മഹാനായ അഹ്മദ് സവാബി റളിയല്ലാഹു അൻഹു ചേർന്നു പോയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും ചേർന്നൂടാ പെങ്ങളെ? ഒന്ന് ചൊല്ലി നോക്ക്, നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. മൻ സല്ലാ അലയ്യ അൽഫ മറ, ഒരു ദിവസം ഒരാൾ 1000 സ്വലാത്ത് ചൊല്ലിയാൽ ലം യമുതു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ സ്ഥാനം അവൻ കണ്ടിട്ടല്ലാതെ മരിക്കൂലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിരന്തരം 1000 സ്വലാത്ത് ചൊല്ലുന്നവര് മുത്തുനബി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന കൊട്ടാരം കാണാതെ മരിക്കൂല. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ അവൻ എന്ത് തെറ്റ് ചെയ്താലും സ്വലാത്ത് ചൊല്ലിയാ മതിയോ? കെ ഗുണത്തുകാര് പറയുമല്ലോ, നിസ്കരിച്ചില്ലെങ്കിലും നോമ്പ് പിടിച്ചില്ലെങ്കിലും നബിദിനം വരുമ്പോഴാണ് സംശയം കൂടുന്നത്. ഈമാനില്ലാത്തവർക്ക് സംശയം, പള്ളി കയറാത്തവർക്ക് സംശയം, ഉസ്താദുമായി ബന്ധമില്ലാത്തവർക്ക് സംശയം. മൗലിദ് വേണോ, നബിദിനം വേണോ, ആഘോഷം വേണോ? അതുവരെ ഒന്നിനും സംശയമില്ല. ഉസ്താദേ, നിങ്ങളുടെ പ്രസംഗത്തിൽ 1000 സ്വലാത്ത് ചൊല്ലിയാൽ ഒരാൾ അള്ളാഹു അവന് കൊടുക്കുന്ന സ്വർഗം കണ്ടു മരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ വേറെ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു കൊടുക്കുമോ? എന്നാൽ മുഹദ്ദിസ് പറയുകയാണ്, യശ്റഹു സുദ്റഹു ലിൽ ഈമാൻ,
അവന്റെ ഹൃദയത്തില് ഈമാൻ കയറാനുള്ള വിശാലത അല്ലാഹു കൊടുക്കുന്നതാണ്. ഒരു കള്ളുകുടിയും തീരുമാനിക്കുന്ന സ്വലാത്ത് ചെല്ലാൻ, ഒരു വ്യഭിചാരി തീരുമാനിക്കുന്ന സ്വലാത്ത് ചെല്ലാൻ, ഒരു ഹറാമ് ചെയ്യുന്നവൻ തീരുമാനിക്കുന്ന സ്വലാത്ത് ചെല്ലാൻ വിശ്രമമില്ലാതെ സ്വലാത്ത് ചെല്ലുകയാണ്. ചൊല്ലി ചൊല്ലി വരുമ്പോ പിന്നെ കള്ളിന് രുചിയില്ലാതാവുകയാണ്, വ്യഭിചാരത്തിന് രുചിയില്ലാതാവുകയാണ്, സർവ്വതും നഷ്ടപ്പെടുകയാണ്. അതാണല്ലോ ഏറ്റവും വലിയ രുചി എന്റെ ഹബീബാണെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയത്. മണവറയ്ക്കകത്തിരുന്ന് മഹാനായ ഹല്ലല റളിയല്ലാഹു അൻഹു സുന്ദരിയായ പെണ്ണിന്റെ മടിത്തട്ടിൽ നിന്ന് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടിയത് ഏറ്റവും വലിയ ലഹരി ഹബീബിന്റെ പ്രണയമായതുകൊണ്ടാണ്. അങ്ങനെയാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരു പെണ്ണും കേക്കെ കുണത്ത് ഒളിച്ചോടൂല, ഒരു ഉമ്മയും തന്റെ ഭർത്താവിനെ ചതിക്കൂല, ഒരു മക്കളും തന്റെ മാതാപിതാക്കളെ വഞ്ചിക്കൂല. ഏറ്റവും വലിയ സ്നേഹം അവര് കൊടുക്കുന്നത് ഹബീബിനാണെങ്കിൽ ആ മുത്ത് റസൂലിന്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവം കൊണ്ട് സ്വഭാവ രൂപീകരണം നിങ്ങൾ നടത്തണമെന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിന്റെ രൂപീകരണം നിങ്ങളുടെ നെഞ്ചത്ത് കൊണ്ടുവരണമെന്നാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് സംസാരിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സംസാരിച്ചാൽ നബിയുടെ വാക്കുകൾ എണ്ണിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ സ്ഫുടമായി സംസാരിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ വീട്ടിൽ സംസാരിക്കുമ്പോ, മക്കളോട് സംസാരിക്കുമ്പോ, നാട്ടുകാരോട് സംസാരിക്കുമ്പോ അതിനൊരു മര്യാദയും അളവും ഉണ്ടാവണം. ആ സംസാരത്തിന്, ആ സംസാര ശൈലിക്ക് മര്യാദയുള്ള വാക്കുകൾ ഉണ്ടാവണം. നമ്മുടെ മക്കൾ നല്ല വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ സംസാരിക്കാൻ? മക്കളുടെ ഭാഷയൊക്കെ ഉസ്താദെ കേക്കക്കുണത്തല്ലേ എന്ന് പറയുന്നത്, അവിടെ നമുക്ക് പൊളിക്കണമെന്നാ പറയാ. പൊളിക്കണം ഇവിടെ ഒന്നാമത് ഇവിടെ ഉള്ളത് തന്നെ എങ്ങനെയെങ്കിലും കെട്ടാൻ നോക്കുകയാണ്, ഇനി പൊളിക്കാനല്ല നോക്കുക. മക്കളുടെ ഭാഷ എങ്ങനെയാണ്? ഒരു സഹോദരൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ഖബറിനെ കുറിച്ചാ. ഖബറിന്റെ ആദ്യ രാത്രി മലക്കുകൾ വരുന്നത്, ചോദ്യം ചോദിക്കുന്നത്, മുൻകർ നക്കീർ വരുന്നത്, ആകെ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന വാത്. അതൊക്കെ കഴിഞ്ഞ് വണ്ടിക്കകത്ത് കയറി വരാൻ നേരത്തെ ഒരു ചെറുപ്പക്കാരൻ ഡോറിൽ ഇങ്ങനെ ഗ്ലാസ്സിൽ തട്ടുകയാണ്. തൻസീർ പറഞ്ഞു, ഉസ്താദെ ഗ്ലാസ് താക്കണേ, താഴ്ത്തില്ലെങ്കിൽ അവന്മാര് പറയും ഉസ്താദിന് ഭയങ്കര അഹങ്കാരമായി പോയെന്ന് പറയും. ഗ്ലാസ് താഴ്ത്തിയപ്പോ അവൻ പറയാണ്, ഉസ്താദിന്റെ ഖബറിന്റെ പ്രസംഗം ഖബറിന്റെ പ്രസംഗം കൊണ്ട് പൊളിച്ചു അവന്. സുബ്ഹാനല്ലാഹ്, പാമ്പും തീയും തേളും നരക അഗ്നിയും വരുന്ന ഖബറിന്റെ പ്രസംഗം അവന് യോയോ അവനത് പൊളിച്ചു പഞ്ചിലെ കൊണ്ട്. ഇതാണ് ഇന്നത്തെ പ്രസംഗം. അല്ലാതെ അത് കേട്ടിട്ട് അല്ലാഹുവേ എന്ന് ഉസ്താദ് പറഞ്ഞ സലാത്ത്, അല്ലെങ്കിൽ പറഞ്ഞ ദിക്ർ, അല്ലെങ്കിൽ പറഞ്ഞ മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഹബീബിന് കാണാൻ എന്തെങ്കിലും ഉണ്ടോ ഉസ്താദെ? അങ്ങനെ ചിന്തിച്ചു മാറ്റം വന്നു പോകുന്നവരല്ല. എല്ലാം ഒരു ആസ്വാദനമായി. നബിദിനും അങ്ങനെ. കഴിഞ്ഞ വർഷത്തെക്കാലം ഇപ്രാവശ്യം 2 ചെമ്പ് കൂടുതൽ വേണം, ആ പള്ളിയെക്കാലം നമുക്ക് ജയിക്കണം, ഈ പള്ളിയെക്കാലം നമുക്ക് അങ്ങനെ അടിച്ചു പൊളിക്കണം. അങ്ങനെയൊക്കെ നടത്തിയിട്ട് എന്ത് കിട്ടാനാ നമുക്ക്? നമ്മുടെ ഹൃദയം നിങ്ങൾ ആലോചിച്ച് നോക്കുക. പരിശുദ്ധ റബീഉൽ അവ്വൽ കണ്ണുനീരോടുകൂടി ഒരു മൗലിദ് ഓതുന്ന ഒരു സ്ഥലം നിങ്ങളൊന്ന് കാണിക്ക്. അങ്ങനെ വേണം ഓതാൻ. സ്വലാത്ത് ചെല്ലുമ്പോ, ബൈത്ത് ചെല്ലുമ്പോ അങ്ങനെ ഹൃദയം അങ്ങോട്ട് ഉരുകണം. ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പടച്ചോനെ, അല്ലാഹുവിന്റെ റസൂലേ, അവിടെ നിങ്ങോട്ട് തന്നതിന് പകരം തിരിച്ചങ്ങോട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ റബ്ബേ. സംസാര ഭാഷ വൃത്തിയാക്കണം. നബിയുടെ ഉമ്മ നരകത്തിലാണെന്ന് പറയുന്നവരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? എങ്ങനെയാണ് അവർക്ക് കഴിയുന്നത്? അതിന് തെളിവ് കണ്ടെത്തുകയാണ്. വേറെ എല്ലാം തികഞ്ഞു, ഇനി അത് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എത്ര അപകടമാണ്.